Good morning. This is Design Hybrid Campus. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം. ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് SGBU BA ഫോർത്ത് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഒരു കോമൺ പേപ്പർ ആയിട്ട് വരുന്ന പ്രോസ് ആൻഡ് ഫിക്ഷൻ എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 4 ബ്ലോക്ക് 4 യൂണിറ്റ് 1 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമുക്കിന്ന് പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് വിഷയം എന്ന് പറയുന്നത് ഒരു പോയമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. റോബർട്ട് ബ്രൗണിന് എഴുതിയിട്ടുള്ള ദ ലാസ്റ്റ് റൈഡ് ടുഗദർ എന്ന് പറയുന്ന ഒരു പോമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ദ ലാസ്റ്റ് റൈഡ് ടുഗദർ എന്ന് പറയുന്ന ഒരു പോമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ ഒരു പോയത്തില് ഒരു രണ്ട് ലവേഴ്സിന്റെ അവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം മെയിൽ ലവറിന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത്, നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറുപ്പം മുതൽ തന്നെ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അൺയൂഷ്വൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളോടൊരു ഇഷ്ടം തോന്നിയിരുന്ന ഒരാളാണ്. ചെറുപ്പം മുതൽ തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളോടൊരു എന്താ പറയാ, ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ 12ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതുന്നത്. അദ്ദേഹത്തിന്റെ 12ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതുന്നത്. ലവ് ഫെയിലിയറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ പ്രധാനമായിട്ടും പറയുന്നത്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ലവ് ഫെയിലിയറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. അപ്പോൾ അവരുടെ ഒരുപാട് കാലത്തെ ഒരു പ്രണയബന്ധമായിരുന്നു. അത് പെട്ടെന്ന് തകരുകയും അതിനുശേഷം മെയിൽ ലവറിന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇന്ന് മുതൽ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ്, ഈ ഒരു മൊമെന്റ് മുതൽ എന്താണ്, ആ ഒരു പഴയ റിലേഷൻ ഇനി ഇല്ല. അത് ഈ ഒരു നിമിഷം കൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ അതിന്റെ ഒരു എൻഡ് പോർഷൻ, ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ ഒരു നിലവിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു നിമിഷം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ് എന്താണ്, അവിടെ വെച്ച് സ്റ്റോപ്പായി. ഇനി അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് അദ്ദേഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ അദ്ദേഹം പറയാണ്, നമ്മുടെ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്കിനി അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധം നമ്മൾ തമ്മിൽ ഇനി ഇല്ല എന്ന് അദ്ദേഹം പറയാണ്. അപ്പോൾ അദ്ദേഹം പറയണു, ഒരിക്കലും ഞാനല്ല ഈ ഒരു ബന്ധം ഇങ്ങനെ ഒഴിവാകാനുള്ള കാരണം. അവളുടെ ഒരു താല്പര്യത്തിന്റെ പുറത്താണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്. ഓക്കെ, അവൾ പറയാണ് നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും അതിനെന്താണ് ഓക്കെ ശരി വെക്കുകയാണ് ചെയ്യുന്നത്. എന്ത്, നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്ന് അവളുടെ ഒരു റീസൺ കാരണമാണ് എന്ത് പറയുന്നത്, ഓക്കെ എന്ത് പറയുന്നത്, അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ആ പെൺകുട്ടിയെ ഒരിക്കലും ബ്ലെയിം ചെയ്യുന്നില്ല, അവളെ ബ്ലെയിം ചെയ്യുന്നില്ല. അവളെ അദ്ദേഹത്തിന് ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. കാരണം അദ്ദേഹം ഒരുപാട് പ്രണയിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ ഒരു റെസ്പെക്ട് അദ്ദേഹം അവൾക്ക് കൊടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും അവളെ ബ്ലെയിം ചെയ്യുന്നില്ല. എന്താണ്, അദ്ദേഹം പറയാണ്, അവളുടെ ഒരു ആവശ്യപ്രകാരമാണ്, അവളുടെ ഒരു എന്താ പറയുന്നത് അവളുടെ ഒരു നിർബന്ധത്തിന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഒരു ബ്രേക്കപ്പ് ആവാം എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. ഇത്രയും കാലം അവൾ എൻ്റെ കൂടെ നിന്നതിന്, അല്ലെങ്കിൽ എന്നെ അത്രയും സ്നേഹിച്ചതിന് ഞാൻ അവളോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് അവളോട് എപ്പോഴും എനിക്ക് ആ ഒരു കടപ്പാട് അവളോട് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ ലാസ്റ്റ് അദ്ദേഹം ആ ഒരു പോയിന്റിൽ അവരിനി ബ്രേക്കപ്പ് ആവാൻ പോവാണ്, ഇനി ഒരിക്കലും അത്തരത്തിലുള്ളൊരു ജീവിതം ഉണ്ടാകില്ല എന്ന് അദ്ദേഹം അവളോട് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇനി അത്തരത്തിലുള്ള ഒരു യാത്രകളൊന്നും നമ്മൾ പോവില്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു റൈഡിന് പോകാം, ഒരു റൈഡ് നമുക്ക് പോയാലോ, ഒരു യാത്ര പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യം അവൾ അതിന് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അറ്റ് ലാസ്റ്റ് അവൾ എന്താണ് അതിന് സമ്മതിക്കുന്നുണ്ട്, ശരി വെക്കുന്നുണ്ട്. അത് അങ്ങനെ അവരെന്താണ് അവസാനം അവൾ യെസ് പറയുന്നുണ്ട്. അങ്ങനെ അവരൊരു റൈഡിന് പോകുന്നുണ്ട്. അപ്പൊ ഈ റൈഡിന് പോകുന്ന സമയത്ത് അതുവരെ അവർ അനുഭവിക്കാത്ത കുറേ ഒരു നല്ല നല്ല മൊമെന്റുകളാണ് ആ ഒരു റൈഡിൽ അവർക്ക് കിട്ടിയത് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ ഇപ്പൊ എന്താണ്, ഇത് ഞങ്ങളുടെ അവസാനത്തെ റൈഡാണ്, ഇനി ഇത്തരത്തിൽ ഞങ്ങളൊരു യാത്ര പോവില്ല, ഇത്തരത്തിലുള്ള ഒരു ജീവിതം ഇനി ഞങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇനി ഞങ്ങൾ ഒരുമിച്ചിട്ട് ഒരു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അവർ ഒരുമിച്ച് ഇനി അത്തരത്തിലുള്ള ഒരു നിമിഷങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ബോധം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഓരോ നിമിഷവും അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു, അവളുടെ കൂടെ ഇരുന്ന സമയങ്ങള്, അവളുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും കാലം സംസാരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ അപ്പുറത്ത് എന്തോ ഒരു ആശ്വാസം അവളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു എന്ന്
പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് അവളുടെ എന്താ പറയുക, അവൾ ചില സമയത്ത് അദ്ദേഹത്തെ ടച്ച് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് വല്ലാത്തൊരു ഒരു ആ ഒരു മൊമെന്റ് വളരെ ബ്യൂട്ടിഫുൾ ആകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. കാരണം ഇതുവരെ അദ്ദേഹത്തിന് അനുഭവിക്കാത്ത കുറേ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്നത് പോലെ തോന്നി. കാരണം അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് എന്താണ്, ഇനി അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഒരു ജീവിതം ഇല്ല എന്ന് പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ അത് ഒരു ഉറപ്പിച്ചുകൊണ്ടാണ് അവർ ആ ഒരു നിമിഷത്തിൽ അവിടെ ജീവിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ്, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഇങ്ങനെ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെ ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് അദ്ദേഹം പറയുന്നു. ഒരിക്കലും എന്താ പറയുക, അദ്ദേഹം ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ച് ബോധേഡ് ആവുന്നില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് അദ്ദേഹം ബോധേഡ് ആവുന്നില്ല. ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെടുന്നു എന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയാണ്, എന്തൊരു പ്രോബ്ലത്തിനും എന്തൊരു കാര്യത്തിന്റെയും ഏറ്റവും സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്, ലവ് ആണ് എന്നാണ് പറയുന്നത്. ലവ് എന്ന് പറയുന്നത് എന്താണ്, എന്തിനേയും നമുക്ക് സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയാത്തതൊന്നുമില്ല എന്നാണ് ആര് പറയണത്, നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുന്നത്. അപ്പോ സ്നേഹം, നമ്മുടെ കുമാരനാശാൻ പറഞ്ഞതുപോലെ തന്നെ സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ പറയാണ്, സ്നേഹം അല്ലെങ്കിൽ ലവ്, പ്രണയം എന്നൊക്കെ പറയുന്നത് എന്താണ്, എന്തിന്റെ മേലെ ഒരു സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഒന്നാണ്. സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും നമുക്കില്ല എന്നതാണ് ഈ ഒരു പോയത്തിലൂടെ റോബർട്ട് ബ്രൗണിങ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഈ ഒരു പോയത്തിന്റെ സമ്മറി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.